ആവശ്യക്കാരനെ സഹായിക്കുക എന്നത് ഒരു സാമാന്യ മര്യാദയായിട്ടാണ് എല്ലാവരും കരുതുക. ഈ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടുകാരൻ്റെ കൂടെ പോകുമ്പോൾ ഒരു ചായക്കട സൈഡിൽ വണ്ടി നിർത്തിയതാണ്. അല്പം കൂടി ഒതുക്കിയിടാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടി എടുത്തതാണ്. സൈഡിലെ കാനയിൽ ഒരു ടയർ ചാടി വണ്ടി ജാമായി. ആ കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന 4-5 ചെറുപ്പക്കാർ ചായയോപടി ഉപേക്ഷിച്ച് പെട്ടെന്ന് ചാടിയിറങ്ങി വന്ന വണ്ടി ഒരു തരത്തിൽ നേരെയാക്കി തന്നു. നമ്മളെല്ലാവരും ഇതുപോലെ ആവശ്യ നേരത്തെ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. പ്രതിഫലം പ്രതീക്ഷിക്കാതെ, ചിലപ്പോൾ നന്ദി പോലും കിട്ടാതെ. എന്നാൽ ഇന്ന് ഈ കുരിശിൻ്റെ വഴിയിലെ 5-ാം സ്ഥാനത്ത് വേറൊരു രീതിയിലുള്ള സഹായം ശിമയോൻ എന്ന വ്യക്തി ചെയ്യുകയാണ്. തികച്ചും അശാസ്ത്രീയവും അനിതര സാധാരണവുമായ ഒരു സഹായം. തീർച്ചയായും വിചിത്രമായൊരു സഹായം. കൊല ചെയ്യപ്പെടാൻ കൊണ്ടുപോകുന്നവൻ്റെ കുരിശ് ചുമന്ന് സഹായിക്കുക. നിമിഷങ്ങൾക്കിടയിൽ വിവിധതരം വിചാരങ്ങൾ അയാളുടെ ബോധമനസ്സിലൂടെ ഓടി നടന്നിരിക്കാം. ഇങ്ങനെ ഒരു അപരാധത്തിന് ഞാൻ എന്തിനെ സഹായിക്കണം എന്ന ചിന്ത. എന്തുമാകട്ടെ, നിർബന്ധത്തിന് വഴങ്ങിയാണെങ്കിലും അയാളത് ചെയ്യുകയാണ്, മാനുഷികത എന്ന പുണ്യം നിലനിർത്താൻ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശിഷ്യൻ എന്ന കാരണത്താൽ ഒരുവന് നിങ്ങൾ കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നഷ്ടമാവുകയില്ല, അല്ലെങ്കിൽ ലഭിക്കാതിരിക്കില്ല എന്ന്. മത്തായി 10:42. ഈശോ ഏതായാലും തൻ്റെ സ്വന്തം കുരിശ് ചുമന്ന ശിമയോനെ ചെറുതായി കാണാൻ തരമില്ല. എന്താണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്? ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എനിക്കിഷ്ടമില്ലെങ്കിൽ പോലും ആത്മാർത്ഥതയോടെ ചെയ്യാൻ, അത് പുണ്യമാക്കി മാറ്റാൻ എനിക്ക് കഴിയും. ഇഷ്ടമില്ലാത്ത ജീവിത പങ്കാളിയുടെ കൂടെ, മക്കളുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ ഉള്ള ജീവിതം, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന, നിവൃത്തികേടിൻ്റെ പുറത്ത് ചെയ്യുന്ന ജോലി സന്തോഷത്തോടെ ചെയ്യുക. കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിൻ്റെ കുപ്പായം എടുക്കുന്നവന് പുറങ്കുപ്പായം കൂടി കൊടുക്കുക. 1 മൈൽ ദൂരം നടക്കാൻ നിർബന്ധിക്കുന്നതിനോടുകൂടെ 2 മൈൽ ദൂരം പോവുക. മത്തായി 5:40-41. രണ്ടാമതായി, എനിക്ക് ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന കുരിശ് ചുമക്കാൻ ഞാൻ തയ്യാറുണ്ടോ? ഒപ്പം മറ്റുള്ളവരുടെ കുരിശിൻ്റെ ഭാരം കുറയ്ക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ സഹായിക്കാൻ ഞാൻ തയ്യാറാണോ? ഒരു സാധാരണ മനുഷ്യനെന്ന നിലയിൽ ഈശോയുടെ മാനുഷികവും ശാരീരികവുമായ ബലഹീനത ഇവിടെ തുറന്നു കാട്ടുകയാണ്. അതോടൊപ്പം അധികാരവർഗത്തിൻ്റെ അഹങ്കാരം, ഹൃദയകാഠിന്യം, ശത്രുത, അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വർഗീയത, മർഗീയമായ സ്വഭാവം, കാടത്വം എത്ര ഭയാനകമാണ് എന്നീ സംഭവം നമുക്ക് തുറന്നു കാട്ടുകയാണ്. ഇവിടെ പറയുന്നു, ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു, ഇനി മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല, വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അത്രമാത്രം ബലഹീനമായ സ്ഥിതിയിലാണ് ഈശോ ഉള്ളത്. നമുക്കറിയാം, തലേരാത്രി അവനെ പിടിച്ച് ബന്ധിക്കുകയും പരിഹസിക്കുകയും ചാട്ടവാറ കൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന സിനിമയിൽ നാം കണ്ടതാണ് എത്രമാത്രം ക്രൂരമായിട്ടാണ് യൂതന്മാർ ലോഹ കഷ്ണങ്ങളും മുള്ളാണികളുമൊക്കെ ചേർത്ത് കൊട്ടിയ ചാട്ട കൊണ്ട് ഓരോ അടിയും അവൻ്റെ ശരീരത്തിലെ മാംസകഷ്ണങ്ങൾ പോലും തെറിച്ചു പോകുന്ന രീതിയിലായിരുന്നു. രക്തം മുഴുവൻ വാർന്നു പോകുന്നു. അതിനുശേഷം അവനെ ബന്ധിച്ച് കാരാഗൃഹത്തിലടയ്ക്കുന്നു. രാത്രി മുഴുവൻ വിശ്രമമില്ലാതെ, ഉറക്കമില്ലാതെ, നീറുന്ന ശരീരത്തിലെ മുറിവുകളുമായി. ഇതെല്ലാം കഴിഞ്ഞാണ് ഈ രാവിലെയുള്ള കുരിശിൻ്റെ വഴി. അതിനിടയിലും അടിയും ചവിട്ടും തൊഴിയും ചാട്ടവാറടിയുമൊക്കെ. മനുഷ്യന് എങ്ങനെ ഇത്ര മൃഗമാകാൻ കഴിയുന്നു? അല്ലെങ്കിൽ ഇത്ര ക്രൂരമായവരെ എങ്ങനെ മനുഷ്യനെന്ന് വിളിക്കാൻ സാധിക്കും? എന്നിട്ടും അവരുടെ ക്രൂരത ശമിക്കുന്നില്ല. ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്നാണ് അവർ തീരുമാനിച്ചിരുന്നത് എന്നാണല്ലോ പറയുക. ഇന്നും നമ്മുടെ നാട്ടിലും അന്യ സ്ഥലങ്ങളിലുമൊക്കെ ഇതുപോലുള്ള ക്രൂരതകൾ ക്രിസ്ത്യാനികളോട് മനുഷ്യർ ചെയ്യുന്നില്ലേ? വീടുകൾ കത്തിക്കുന്നു, വീട് വിട്ടിറങ്ങി ഓടിരണ്ട അവസ്ഥ വരുന്നു, കല്ലെറിയുന്നു, വെട്ടുന്നു, കുത്തുന്നു, ജീവനോടെ കത്തിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു, അതിനുശേഷം കൊന്നുകളയുന്നു. ഇത്രമാത്രം ക്രൂരത മനുഷ്യനോട് മനുഷ്യൻ കാണിക്കുന്നു. മണിപ്പൂരിൽ നടന്ന ഇതല്ലേ? ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നടക്കുന്ന ഇതൊക്കെയല്ലേ? പാവപ്പെട്ടവനെ, ദളിതനെ ക്രിസ്ത്യാനി എന്ന പേരിൽ എന്ന കാരണത്താൽ മനുഷ്യനെ. സത്യത്തിൽ ഈ രംഗങ്ങൾ കണ്ടപ്പോൾ ആദ്യം മനസ്സിലോട്ട് വന്ന ചിന്ത, ഇതിനെല്ലാം നിങ്ങളുടെ മക്കൾ ഉത്തരം പറയേണ്ടി വരും എന്ന്. നീ മനുഷ്യരെ കടിച്ചു കീറുമ്പോൾ നിൻ്റെ മക്കളെ കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറും എന്നൊക്കെയാണ്. പിന്നെ ഞാൻ ഓർത്തു, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം ശത്രുക്കളെ സ്നേഹിക്കാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് അവൻ പഠിപ്പിച്ചത്.
അതിനാൽ നിൻ്റെ വിചാരത്തിൽ പോലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അത് അവൻ്റെ നാമത്തിന് കളങ്കമുണ്ടാക്കും. കാരണം തന്നെ ക്രൂശിക്കാനായി പീഡിപ്പിച്ച് കുരിശിൽ തറച്ചവർക്ക് വേണ്ടി പോലും പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചവനാണ് അവിടുന്ന്. അതിനാൽ നാം എന്തു ചെയ്യണം? ഇവിടെ പറയുന്നു, ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ, അങ്ങനെ അനുഗ്രഹീതനാകാൻ, അതിലൂടെ ഈശോയുടെ പീഡാനുഭവം എൻ്റെ ജീവിതത്തിലും പൂർത്തിയാക്കുവാൻ ഈ കുരിശിൻ്റെ വഴിയിൽ നമുക്ക് ഇതായിരിക്കട്ടെ ചിന്ത.